തിരുവനന്തപുരത്ത് രാജ്യാന്തര 2020 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും. കൊൽക്കത്തയിൽ നടക്കുന്ന BCCI യോഗമാണ് തീരുമാനമെടുത്തത്. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, ഒരുപക്ഷേ കേരളത്തിന് വളരെ ആവേശകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കൊച്ചിക്ക് പുറമെ കേരളത്തിന് ഒരു അന്താരാഷ്ട്ര വേദി കൂടി ലഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് 2020 വരാൻ പോകുന്നു. ഏത് ടീമുമായുള്ള മത്സരമാണെന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഈ വർഷം അവസാനത്തേക്കായിരിക്കുമോ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുക? മനു, നിലവിലെ സാഹചര്യം നമുക്ക് ഏതാനും നിമിഷങ്ങൾക്ക് മുന്നെയാണ് വിവരങ്ങൾ ലഭിച്ചുള്ളത്. ഇന്ത്യ ശ്രീലങ്ക മത്സരമായിരിക്കും നടക്കുക എന്നാണ് നമുക്ക് കിട്ടിയ സൂചന. അത് ഉറപ്പായ കാര്യം മാത്രം ഒന്നുമല്ല. ഇന്ത്യയും ശ്രീലങ്കയുമായിരിക്കും 2020 ആദ്യ മത്സരം നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം സിറ്റിയിൽ നടക്കാൻ പോകുന്നത്. രാജ്യാന്തര 2020 ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കേരളീയർക്ക് ആവേശവും ആത്മാർത്ഥവുമായ പോരാട്ടത്തിൻ്റെ ഒരു നാൾ വഴി കൂടിയായിരിക്കും ഈ കളി. മനു, ഹരീഷ്, ഒരുപക്ഷേ ഈ കൊച്ചിക്കപ്പുറത്തേക്ക് കേരളത്തിലെ സ്പോർട്സ് ഈവന്റുകൾ അല്ലെങ്കിൽ കായിക മത്സരങ്ങൾ കൂടുതൽ വളരുന്നു എന്നതിൻ്റെ കൂടെ സൂചനയാണ്. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ തന്നെ ഏറ്റവും മികച്ച സ്റ്റേഡിയങ്ങളൊന്നാണ് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് കോംപ്ലക്സ്. നേരത്തെ ICCയുടെ അംഗീകാരം ലഭിച്ചിരുന്നു. ഇപ്പോൾ ഈ 2020 കൂടി വരുമ്പോൾ ഇതിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു എഫക്റ്റ്, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ സ്പോർട്സ് മേഖലയിൽ നിലവിലെ സാഹചര്യത്തിൽ സ്റ്റേഡിയം എല്ലാ തരത്തിലും നമുക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്ന ദേശീയ ഗെയിംസിന് വേണ്ടി സ്റ്റേഡിയം ഒരുക്കിയിരുന്നു. അതിൻ്റെ തൊട്ടുപിറകിലാണ് ഈ ക്രിക്കറ്റ് മത്സരം വരുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ക്രിക്കറ്റിന് വേണ്ടി വേദി ഒരുക്കുകയായിരുന്നു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ആവേശകരമായ പോരാട്ടം തന്നെ നടക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. മനു, ഞാൻ വരാം. ഹരീഷ്, ഏതായാലും വളരെ വേഗത്തിൽ തിരികെ എത്താം. ഇപ്പോൾ ശ്രീ ദേവദാസ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ദേവദാസ്, തിരുവനന്തപുരത്ത് ഒരു 2020 മത്സരത്തിന് വേദി ഒരുങ്ങാൻ പോകുന്നു. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് ഈ കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കോംപ്ലക്സ്. ഈ മത്സരം തിരുവനന്തപുരത്തേക്ക് അനുവദിക്കുമ്പോൾ താങ്കൾ ഈ മേഖലയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ചും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ക്രിക്കറ്റിൽ ഒരുപാട് നിശബ്ദ വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട്. സഞ്ജു സാംസൺ വരുന്നു, ബിജു ജോർജ് ഇന്ത്യൻ വനിതാ ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായി പോകുന്നു. ഇവിടുത്തെ മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിൽ ഒരുപാട് താരങ്ങൾ വളർന്നു വരാനുള്ള പരിശീലന സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ഈ മത്സരം വരുന്നത്. മനു, അത് നല്ല തന്നെ. എന്താ പറയാ, ഈ കേരളത്തില് ക്രിക്കറ്റിന് 2020 എപ്പോഴും ഒരു ഇതാണ് ഈ യങ്സ്റ്റേഴ്സിന്. അപ്പൊ ഒരു 2020 ഇന്റർനാഷണൽ മാച്ച് വരുമ്പം സാധാരണ ഈ അക്കാഡമിയും മറ്റേതെല്ലാം ഉള്ളതുകൊണ്ട് ആ ഒരു എക്സ്പ്ലോഷൻ വരും. എന്താ പറയാ, 1999 ഞാൻ കൊച്ചിയിൽ ഇത് കണ്ടു, ഓസ്ട്രേലിയ വേഴ്സസ് ഇന്ത്യ വൺ ഡേ വന്നത്. അപ്പോഴാണ് അതിനെ ഒരു ഭയങ്കരം ഇതായിട്ട് ക്രിക്കറ്റിലും ഇതെല്ലാം പോയി സച്ചിനെ നേരെ കാണാം, ഓസ്ട്രേലിയൻ സ്റ്റീവ് ബോ, അങ്ങനത്തെ എല്ലാം. അപ്പൊ ഈ 20, പക്ഷെ ഏതാ ടീം വരുന്നതെന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ടീമിനെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു വീക്ക് ടീം ശ്രീലങ്കയാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ശ്രീലങ്കൻ ടീമാണ് വരിക. ശ്രീലങ്കൻ ടീം ആയാലും നല്ല ശക്തമായ 2020 ഒരു കാലത്തെ ടീമാണ്. ഇപ്പൊ യങ്സ്റ്റേഴ്സ് എല്ലാം ഉള്ള ടീമാണ്. ഒരു വൺ ഡേയിലും ടെസ്റ്റിലും കുറച്ച് ബാക്കിലായെങ്കിലും അതൊരു എന്റർടൈനിങ് മാച്ച്. എന്ത് വന്നാലും 2020 ആയതുകൊണ്ട് അതൊരു ഫുൾ ഹൗസ് ആയിരിക്കും. പിന്നെ ഈ ഏറ്റവും അധികം ഇപ്പൊ ഇവന്റ്സ് നടക്കുന്നത്, ശരിയാ പറഞ്ഞ, സഞ്ജു സാംസൺ, ബിജു ജോർജ്, പിന്നെ ഈ തേർഡ് അമ്പയർ ആയിട്ട് തന്നെ നമ്മളെ ഈ പാനലിലെല്ലാം വരുന്ന രംഗനാഥ്, പിന്നെ അനന്ത പത്മനാഭൻ ഇനി അമ്പയർ ആവുമോ ഒന്നും പറഞ്ഞുകൂടാ. ദേവദാസ്, ഒരു നിമിഷം തുടരുക. കാരണം ഇപ്പോൾ ശ്രീ രംഗനാഥൻ കൂടി ചേരുന്നുണ്ട്. ഈ തിരുവനന്തപുരത്തിന്റെ സ്ഥലത്തെ ഈ ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ വളരെ അറിവുള്ള ആൾ കൂടിയാണ് അദ്ദേഹം ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഏതായാലും തിരുവനന്തപുരത്തേക്ക് ഒരു അന്താരാഷ്ട്ര മത്സരം എത്തുകയാണ്. BCCI തീരുമാനിച്ചിരിക്കുന്നു. ശ്രീലങ്കയാണ് ടീമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. തിരുവനന്തപുരത്ത് ഈ 2020 വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇതുവരെ നമ്മൾ ഏകദിന മത്സരങ്ങളിലാണ് കൊച്ചിയിൽ കണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ രാജ്യാന്തര സ്റ്റേഡിയം കാര്യവട്ടത്ത് ഈ സ്റ്റേഡിയം വന്നത് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിട്ട് തന്നെയാണ്. ഇപ്പോഴും അതിന്റെ പേര് ക്രിക്കറ്റ് ഗ്രൗണ്ട് തന്നെയാണ് അവിടെ പുറത്ത് ബോർഡും വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ക്രിക്കറ്റിന് എല്ലാവിധ സജ്ജീകരണങ്ങളോട് കൂടി, പ്രത്യേകിച്ച് പെവിലിയൻ ആയാലും ഔട്ട്ഫീൽഡ് ആയാലും എല്ലാ രീതിയിലും ഫാൻസ് ആയാലും എല്ലാ രീതിയിലുള്ള ഒരു സൗകര്യവും ഈ കാര്യവട്ടം അന്താരാഷ്ട്ര സ്റ്റേഡിയത്തുണ്ട്. അതുകൊണ്ട് ക്രിക്കറ്റിൽ, പ്രത്യേകിച്ച് 2020 ക്രിക്കറ്റ് ഇന്ന് എല്ലാവരും ഹരമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ ശ്രീലങ്ക ആദ്യ T20 മത്സരം തിരുവനന്തപുരത്ത് കളിക്കുമ്പോൾ വർഷക്കണക്കിന് ശേഷം, അതായത് വളരെയേറെ വർഷത്തിന് ശേഷമാണ് ഒരു അന്താരാഷ്ട്ര മത്സരം ഇപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ വരുന്നത്. അതിന്റെ ഒരു പ്രത്യേകത കൂടെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുൻകാലങ്ങളിലെല്ലാം തന്നെ വെസ്റ്റ് ഇൻഡീസ് ആയാലും ഇംഗ്ലണ്ട് ആയാലും ഓസ്ട്രേലിയയൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു T20 മത്സരമായതുകൊണ്ട് ഡേ നൈറ്റ് രാത്രി വൈറ്റ് ബോൾ കളിക്കുന്ന മത്സരം, അതുകൊണ്ട് എല്ലാം തന്നെ ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാം. അത് മാത്രമല്ല, ഇപ്പൊ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇത് ഏറ്റെടുത്തതിന് ശേഷം
ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മത്സരം വരുമ്പോൾ കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് നാഗർകോവിൽ, അത് മാത്രമല്ല സൗത്ത് കേരള സൈഡിലുള്ള മത്സരം നേരിട്ട് കാണാനും അതിനുള്ള ഒരു സൗകര്യം ഏറ്റവും അനുയോജ്യമായ ഒരു പക്ഷേ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വെസ്റ്റ് ഇൻഡീസ് ഒക്കെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ സ്റ്റേഡിയത്തിലേക്ക് കാര്യവട്ടത്തേക്ക് വരുമ്പോൾ ഇന്ന് ഒരു പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്, സൗകര്യങ്ങളുള്ള സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും ആധുനികമായ രീതിയിൽ മത്സരം നടത്താനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ പരിഗണിക്കേണ്ടതല്ലേ? വളരെ വ്യക്തമാണ്. കാരണം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് ഒരു ഏറ്റവും അനുയോജ്യമായ ഒരു സ്റ്റേഡിയം, അതിന്റെ മാതൃക തന്നെ ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെവിലിയൻ ആയാലും അതിന്റെ എല്ലാ രീതിയിലുള്ള സജ്ജീകരണം, അമ്പയർസ് റൂം, അതുപോലെ തന്നെ സ്കോറേഴ്സിന് ഇരിക്കാനും, അതുപോലെ തന്നെ TV-കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം, കമന്റേറ്റേഴ്സിന് ഇരിക്കാനുള്ള എല്ലാ രീതിയിലും ക്രിക്കറ്റിന് ഏറ്റവും സുഖമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഈ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു അന്താരാഷ്ട്ര നടത്താൻ ഏറ്റവും അനുയോജ്യമായിട്ട് കൊച്ചി ഒരു ഫുട്ബോളിന് അനുയോജ്യമായ ഒരു ഗ്രൗണ്ടാണ്. അവിടെ ഡ്രസ്സിംഗ് റൂമിന്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ മത്സരങ്ങൾ വരുമ്പോൾ ടെമ്പററി ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ഗ്രൗണ്ടിൽ ഇതിന്റെ ഒരു പ്രത്യേകത, നമുക്ക് മത്സരം എപ്പോ വേണമെങ്കിലും ഏതൊരു ഘട്ടത്തിലും നടത്താവുന്ന രീതിയിലാണ് ഗ്രൗണ്ടിന്റെ ഒരു പ്രത്യേകത. ശ്രീ രംഗനാഥൻ, ഒരു പക്ഷേ ടെസ്റ്റ് പദവിക്ക് മുന്നോടിയായിട്ടായിരിക്കുമോ ഈ 2020 തിരുവനന്തപുരത്തിന് കിട്ടിയത്? ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഒരു ടെസ്റ്റ് മത്സരം കൂടി അനുവദിക്കാനുള്ള സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഇതിന്റെ ഒരു നമുക്ക് ഇപ്പൊ ഏറ്റവും വലിയൊരു കുറവായിട്ട് കാണുന്നത് സ്വന്തമായിട്ട് ഒരു സ്റ്റേഡിയം എന്നുള്ളത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു കുറവ് തന്നെയാണ്. അപ്പൊ ഇത് ഒരു ലീസ് അഗ്രിമെന്റിൽ എടുത്തിരിക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. എത്ര കാലം ഈ ലീസ് പോകുന്നറിയില്ല. അത് മാത്രമല്ല, ഇനി ഫുട്ബോൾ മത്സരങ്ങളോ ഏതെങ്കിലും വരികയാണെങ്കിൽ ആ ഗ്രൗണ്ട് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു പെർമനന്റ് സെന്റർ ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റണമെങ്കിൽ ഒരു വലിയ കടമ്പ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ക്രിക്കറ്റിന് മാത്രമായിട്ട് മാറ്റണം. അത് മാത്രമല്ല, IPL തന്നെ ഇനിയിപ്പോ നെക്സ്റ്റ് അടുത്ത വർഷത്തെ IPL തുടങ്ങുമ്പോൾ ഒരുപക്ഷെ കേരളത്തിന് ഈ ഗ്രൗണ്ട് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ IPL മത്സരങ്ങൾ തന്നെ ഒരു ഫ്രാഞ്ചൈസി വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടത്താവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള മാറ്റങ്ങൾ നടക്കാം. പക്ഷെ ഇത് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഉള്ളതും ലീസ് അഗ്രിമെന്റിലുള്ള ഗ്രൗണ്ട് ഉള്ളതും രണ്ടും വളരെ വ്യത്യാസമാണ്. ശരി, ഏതായാലും വളരെയധികം നന്ദി ശ്രീ രംഗനാഥൻ. ഏതായാലും ഒരു നല്ല പ്രതീക്ഷ നമുക്ക് പങ്കുവയ്ക്കാം. വരും ദിവസങ്ങളിൽ, നാളുകളിൽ കൂടുതൽ മത്സരങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് സ്റ്റേഡിയം ഉള്ള അസോസിയേഷന് മാത്രമേ അന്താരാഷ്ട്ര മത്സരങ്ങൾ നൽകൂ എന്നൊരു തീരുമാനം BCCIക്ക് ഉണ്ടായിരുന്നു. തൽക്കാലം ലീസിനെടുത്താണ് ആ പരിമിതി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മറികടന്നിരിക്കുന്നത്. ദേവദാസ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ദേവദാസ്, ഒരു വലിയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 99-ൽ കൊച്ചിയിൽ മത്സരം വന്നപ്പോഴാണ്, സച്ചിനൊക്കെ നേരിട്ട് മത്സരിക്കാൻ എത്തിയപ്പോഴാണ് കൂടുതൽ ക്രിക്കറ്റ് ആവേശം കേരളം കണ്ടത്. ഇപ്പോൾ 2020 യുവത്വത്തിന്റെ ഹരമായി 2020 വരുമ്പോൾ ആ ആവേശം ഒരിക്കൽ കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. എന്താ പറയാ, ഇവിടെ അത് ഒന്ന് ഈ രംഗനാഥൻ പറഞ്ഞതിൽ നല്ല തന്നെ. എന്താ പറയാ, ഈ സ്വന്തമായിട്ട് ഗ്രൗണ്ട്. പക്ഷെ ഞങ്ങളെ ഇവിടെയും ആ BCCIന്റെ ഈ വീരപ്പന്മാറിനെ ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് അവര് 10 കൊല്ലം മുമ്പേ ലീസിനെടുത്ത് കൊച്ചിയിൽ ഒരു വെറ്റ്ലാൻഡ്സ് എടുത്തോണ്ടാണ് ഇത് പറ്റിയത്. അല്ലെങ്കിൽ ഇപ്പം BCCI ഫണ്ട് കൊടുത്തിട്ട് അവർക്ക് സ്വന്തം സ്റ്റേഡിയം ആവുകയാണ്. അതില്ലാണ്ടായത് ഇവരുടെ ഈ KCAന്റെ നടപടിയാണ്. പിന്നെ വേറെ ഒന്നും, ഈ 2020-ലും ഞങ്ങളെ കേരള ക്രിക്കറ്റിനെ എങ്ങനെ ഗെയിൻ ചെയ്യണം ഞങ്ങൾ നോക്കേണ്ടത്. ഞങ്ങൾക്ക് കൃത്യമായ കളിക്കാസ് 3 ഈ ഫോമാറ്റിലും ഉണ്ട്. പക്ഷെ ഞങ്ങൾ പുറത്തുനിന്ന് ഇപ്പം കളിക്കാരെ എടുക്കുന്നത്. അപ്പൊ ഇത് വന്നാൽ ഞങ്ങൾ കേരള കളിക്കാരെ എടുത്ത് 2020-ൽ നമ്മൾ സെമി ഫൈനലിൽ എത്തിയത്. ഓൾ ഇന്ത്യയില് ഫൈനലിൽ കഴിഞ്ഞ കൊല്ലം എത്തേണ്ടതായിരുന്നു. പക്ഷെ എല്ലാം ഈ KCAന്റെ ടീം സെലക്ഷൻ ആണ്. പുറത്തുള്ള യൂസ്ലെസ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ദയവായി ഇടപെടുന്നു. സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ദയവായി ക്ഷമിക്കുക. ഏതായാലും തിരുവനന്തപുരത്ത് ഒരു 2020 മത്സരം അനുവദിച്ചുകൊണ്ട് BCCIയുടെ തീരുമാനം വന്നിരിക്കുന്നു. ശ്രീലങ്കയായിരിക്കും മത്സരിക്കാൻ എത്തുന്ന ടീം. ഏതായാലും ഈ വർഷം അവസാനത്തോടെ വളരെ കാലത്തിന് ശേഷം തലസ്ഥാന നിവാസികൾക്ക് ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം കാണാനുള്ള അവസരം ഒരുങ്ങുകയാണ് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം.